വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലോണം താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് അതിനുശേഷം റിക്കവറി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ടില്ല, ബെയറിഷ് ക്യാൻഡിൽ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ലൈനിന്റെ ഏരിയയിലേക്കാണ്. അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ലെവലാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഹൈനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ബി ടി സിയുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 110507, 111235. ഇനി അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 111995 ആൻഡ് 112722. ഇനി റെസിസ്റ്റൻസിലേക്ക് പോവാം. ആദ്യത്തെ റെസിസ്റ്റൻസ് 115621, അതുപോലെ 116001. ഇനി കാണുന്ന റെസിസ്റ്റൻസ് 117239 ആൻഡ് 117814. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലേക്ക് വന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും 50 മിനിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇപ്പൊ വരയ്ക്കുന്ന ലെവല്, അതായത് ഈ ഒരു സിംഗിൾ ലോയിനെ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരിക്കൽ കൂടി ചിലപ്പോൾ ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ എന്നാണ്, ഉറപ്പില്ല. കാരണം ഇവിടെ ഈ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം, നേരത്തെ പറഞ്ഞ സിംഗിൾ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, എക്സ്പെഷ്യലി ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു റെഡ് ലൈനും ബ്രേക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം. അപ്പൊ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹൈനെയാണ്. അവിടെ വരെ എത്താം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന 50 മിനിറ്റ്സിന്റെ ഒരു ലെവല് ഇവിടെ ഉണ്ട്. അവിടേക്കും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. വീണ്ടും ഈ ഒരു ലെവലിലേക്കോ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലെവലിലേക്കോ അല്ലെങ്കിൽ ഈ ലെവലിലേക്കോ ഇറങ്ങിയതിന് ശേഷം ഇത് സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത. അടുത്ത റെസിസ്റ്റൻസിലേക്ക് എത്താനാണ് സാധ്യത. അപ്പൊ അങ്ങനെയാണ് എൻട്രി സാധ്യതകൾ കാണുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണ്, അതായത് നല്ലൊരു ക്യാൻഡിൽ പാറ്റേണോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്ത ലെവൽ എന്ന് പറയുന്ന ഈ സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടെ നിന്നും ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ
ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.